ഹലോ എവരി വൺ. അങ്ങനെ പുഷ്പ 2 കണ്ടിരിക്കുകയാണ്. പുഷ്പ ഇത വാണം പുഷ്പ ഇത റോൾ. അപ്പോൾ ഈ പടം ഇത് വണ്ണുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിക്കാണ് കഥ പറഞ്ഞ് തുടങ്ങുന്നത് തന്നെ. പിന്നെ ഫസ്റ്റ് പാർട്ട് തന്നെ മാസ് മസാലയാണ്. അപ്പോൾ ആ ഒരു ജോണർ ഇഷ്ടപ്പെടുന്നവർ മാത്രമേ ഈ പടത്തിന് ടിക്കറ്റ് എടുക്കൂ. അല്ലാത്ത ഉള്ളവർ കയറി കഴിഞ്ഞാൽ അപരാധം എന്നേ തോന്നത്തുള്ളൂ. എന്തുവാ കാണിച്ചു ചെയ്യുന്നതൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ഈ ലോജിക്കും കാര്യങ്ങളൊന്നും നോക്കാതെ മാസ് മസാലയൊക്കെ ഇഷ്ടപ്പെടുന്ന സിനിമ, അങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഈ പടം കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് നമുക്കൊരു വാച്ചബിളാണ്. കുറച്ച് മാസ് മസാല സാധനങ്ങൾ അറിയാമല്ലോ, തെലുങ്കിൻ്റെയൊക്കെ ഫൈറ്റും കാര്യങ്ങളൊക്കെ, അതൊക്കെ നമ്മൾ അങ്ങനെയാണെന്ന് മനസ്സിലാക്കി ആ ഒരു ടൈപ്പിൽ കാണുവാണെങ്കിൽ നമുക്ക് വാച്ചബിൾ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ് ആണ്. അത്യാവശ്യം എൻഗേജിങ് ആണ്, കണ്ടിരിക്കാം. വണ്ണ് പോലെ തന്നെ. വണ്ണും ഒരുപാട് പേർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ വണ്ണ് ഇഷ്ടപ്പെട്ടവർക്ക്, ആ വണ്ണ് എങ്ങനെയാണെന്ന് മനസ്സിലായവർക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഓക്കെയും. സെക്കൻഡ് ഹാഫിലോട്ട് കടക്കുമ്പോൾ ഈ പടം അങ്ങ് തുടങ്ങും, അവരാധിപ്പങ്ങ് തുടങ്ങും. പല ടൈപ്പിലെ പാസം കണ്ടിട്ടുണ്ട്. അമ്മ പാസം, അച്ഛൻ പാസം, അനിയത്തി പാസം. ഇതിൽ പുതിയൊരു പാസം കൊണ്ടുവന്നിട്ടുണ്ട്, കൊച്ചച്ചൻ പാസം. കൊച്ചച്ച എന്ന് വിളിച്ചിട്ട് വെറുപ്പിക്കുന്ന ഒരു പെണ്ണും കൊച്ചച്ചൻ പാസം. താഴത്തില്ലടാ എന്ന് പറയുന്ന പുഷ്പയൊക്കെ ലാസ്റ്റ് ഇടുന്ന് കരഞ്ഞ് കണ്ണീർ പുഴയാണ് ഒരുക്കുന്നത്. സീരിയൽ പരിപാടി പിടിച്ചു കൊണ്ടുവന്ന് സീരിയലായി കളഞ്ഞു. ക്ലൈമാക്സിലൊക്കെ ഉള്ള ഫാമിലി പരിപാടിയുണ്ട്, കുറെ കരഞ്ഞ് മെഴുകണ പരിപാടി. തിയേറ്ററിൽ ഇരുന്നവരൊക്കെ ആ സ്ഥലമൊക്കെ എത്തുമ്പോഴത്തേക്ക് കയ്യടിയും കൂവിളിയും ചിരിയും ബഹളമൊക്കെ തന്നെ. എന്ന് വെച്ചാൽ കോമഡി സാധനങ്ങളൊക്കെ എത്തുമ്പോഴത്തേ ആരും എൻജോയ് ചെയ്യുന്നില്ല. ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ കൂവി മാറി. ഇതിൽ ശ്രീവല്യ ഉണ്ടല്ലോ, നമ്മുടെ നാഷണൽ ക്രഷ് മന്ദാന, ഇവളെ സത്യം പറയൽ ഈ പടത്തിൽ ഇവളെ ഒരു വേശ്യനെ പോലെയാണ് ഇതിൻ്റെ അകത്ത് ഇവളെ റോൾ കൊടുത്തേക്കുന്നത്. എപ്പോൾ നോക്കിയാലും ആ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രമാണ്. ഇവളെ സീൻ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ഫീലിങ്സ് വരുന്നത്. തൊട്ട ഫീലിങ്സ്, നടന്ന ഫീലിങ്സ്, അടുത്തൂടെ പോയ ഫീലിങ്സ്, എപ്പോൾ നോക്കിയാലും ഫീലിങ്സ് വരുന്ന വരുത്തി. പിന്നെ കുറേ പാട്ട്, ഒരു ക്ലൈമാക്സിനകത്തൊക്കെ അടുക്കുമ്പോൾ ഒരു പാട്ടുണ്ട്, മറ്റേ പുഷ്പ ശ്രീവേഷം കിട്ടുന്ന. അപ്പോൾ ഒരു പാട്ടുണ്ട്, ആ പാട്ടൊക്കെ കൂടെ തീരുമ്പോൾ തന്നെ സ്പോട്ടിൽ അടുത്ത പാട്ട്. ഒന്ന് കേട്ട് വെറുത്തിരിക്കുമ്പോൾ അടുത്ത പാട്ട്. പിന്നെ ഇതിൽ BGM ഒക്കെ ചെയ്തിരിക്കുന്ന സാം ചെയ്തതാണ്, കുഴപ്പമില്ലാതെ കേട്ടിരിക്കാവുന്ന മ്യൂസിക്കൊക്കെയാണ്. പാട്ടൊക്കെ വലിയ ഗുണമൊന്നുമില്ല, ചുമ്മാ ഒരു ഗുണമില്ലാത്ത പാട്ടുകൾ. ഒരു വണ്ണ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു രസമില്ലാത്ത പാട്ടുകൾ. DSP ആണ് പാട്ടൊക്കെ ചെയ്തേക്കുന്നത്, ബാക്ക്ഗ്രൗണ്ട് മാത്രം സാം ചെയ്തത്. അത് പിന്നെ കൊണ്ട് നിർത്തും പുഷ്പ 3 എന്നും പറഞ്ഞിട്ട്. എന്തിനാണെന്നും നമ്മുടെ ഫഹദ് വാസിനെയൊക്കെ കൊണ്ടുവന്ന് വേർപ്പിച്ച് കോമാളി പീസായി കളഞ്ഞു. പുള്ളിക്ക് എന്തോക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ അതങ്ങോട്ട് വരുന്നില്ല. കാണിക്കുന്ന മൊത്തം വെറും കോമാളി പീസായി കളഞ്ഞു. ഈ പടത്തിൽ വില്ലൻ എന്ന് പറയുന്ന പരിപാടി ഇല്ല. വില്ലൻ മൊത്തം കോമാളിയാണ്, കോമാളിത്തരം കാണിക്കുന്ന വില്ലത്തരം ഇല്ലാതെയാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം. പുഷ്പ താഴത്തിലിടാന്ന് പറയും, അതേപോലെ തന്നെ സ്ക്രിപ്റ്റും താന്നു പോയി. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ താന്നു പോയി, പിന്നെ പൊങ്ങുന്നില്ല. പുഷ്പ താഴത്തിലിടാ, സ്ക്രിപ്റ്റ് പൊങ്ങത്തില്ലടാ, ആ ഒരു പരിവാണ് പടം. അപ്പൊ അത്രേ ഉള്ളൂ. പുഷ്പ താഴത്തില്ലടാ, ദ റൂൾ അല്ലെങ്കിൽ ദ വാണം.